ഗൈസ്, അബി റിവീൽസിലേക്ക് സ്വാഗതം. മോളിവുഡ് ടൈംസ് എന്ന പടത്തിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്കെന്തോ ഈ പടം ഒരു രീതിയിലും വർക്കായില്ല. എനിക്കൊരു ഡിസപ്പോയിൻറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ പടം തന്നത്. എനിക്കാകെ ചോദിക്കാനുള്ളത്, എന്തിനാണ് സെക്കൻഡ് ഹാഫ് ഇത്രയൊക്കെ വലിപ്പിച്ചതെന്ന്. എഡിറ്റർ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഡയറക്ടറിനോട് പറഞ്ഞില്ലേ പടം കുറച്ച് ലാഗാണ്. എഡിറ്റർ എത്ര വട്ടം ഈ പടം കണ്ടിട്ടുണ്ടാവും. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ വലിപ്പിച്ചു, നല്ല രീതിയിൽ ബോറടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് വാസ് തറലി എന്റർടൈനിങ്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ആണ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴോ എന്നെ മെന്റലി അവശനാക്കിയ ഒരു അവസ്ഥയായിരുന്നു. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാസ് വെരി എന്റർടൈനിങ്, ഫണ്ണായിരുന്നു. ഡാർക്ക് ഹ്യൂമർ ഒക്കെ അടിപൊളിയായിട്ട് ബ്രില്യൻലി പ്ലേസ് ചെയ്ത ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. ആൻഡ് നൊസ്റ്റാൾജി എലമെന്റ്സ് പോലും സിനിമ ഇഷ്ടപ്പെടുന്നവരും ഫിലിം മേക്കേഴ്സ് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് പറയുള്ളൂ. അത്ര എനർജറ്റിക് നമ്മളാക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. ഞാൻ പോലും എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. എന്നുവെച്ചാൽ ഞാനും എൻ്റെ അനിയത്തും അനിയനും എല്ലാം കൂടെ സി ഡി കടയിൽ പോയി സി ഡി വാങ്ങിച്ച കാര്യങ്ങളും, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഞങ്ങൾക്കൊരു വീഡിയോ ക്യാമറ ഉണ്ടായി, അതേപോലെ തന്നെ ലാപ്ടോപ്പിൽ ഒരു ക്യാമറ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വിൻഡോസ് മൂവി മേക്കർ, അതേപോലെ അതല്ലാണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത കാലഘട്ടം ഓർമ്മ വന്നു. അങ്ങനെ കുറെ നൊസ്റ്റാൾജി എലമെന്റ്സ് ഒക്കെ നിറഞ്ഞൊരു അടിപൊളി ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയുടെ. അതിൻ്റെ സിനിമയുടെ കഥയാണെങ്കിൽ പോലും ഒരു അസ്പയറിംഗ് ആയ ഫിലിം മേക്കറിന്റെ ഒരു അൺഈവനായ ജേണിയാണ്. ഒരു അൺഈവനായ ജേണിയാണ് ഇതിനകത്തൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ക്രിയേറ്റീവ് ഫ്രസ്ട്രേഷൻ, സക്സസ്, ഫെയിലിയർ, ഇൻഡസ്ട്രി സ്ട്രഗിൾ, ഇതെല്ലാം ഇതുവരെ സിനിമകളിൽ കാണാത്ത രീതിയിലൂടെ അവതരിപ്പിക്കാൻ ഈ ഡയറക്ടർ മാക്സിമം എഴുതി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ എടുത്തുമ്പോൾ ആ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്ട് കംപ്ലീറ്റ്ലി പോവാണ്. ബിക്കോസ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. നമുക്ക് ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രോമിസിങ് ആണ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ആ ഒരു ഫീല്, അതേപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസും ഇന്റൻഷൻസും വരുന്നു. ഇതൊന്നും ഒട്ടും കൺവിൻസിങ് അല്ല, ഒരു ഇമ്പാക്ട് ഇല്ല. അങ്ങനെയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഐഡിയാസ്, ഇതിന്റെ ഇന്റൻഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും, പക്ഷെ ഒരു ഫീൽ ഇല്ല. ആ ഒരു ഇമോഷണൽ കണക്ട് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. ആൻഡ് ഈ ഡാർക്ക് ഹ്യൂമറും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഡാർക്ക് ഹ്യൂമർ പോലും ഒട്ടും വർക്കായിട്ടില്ല. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയിൽ ഡാർക്ക് ഹ്യൂമർ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അഭിനവ് എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ അത് എഴുതി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബ്രില്യൻസ് ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. ഇവിടെ ഡാർക്ക് ഹ്യൂമർ ആക്കാൻ വേണ്ടി കുറെ ക്യാരക്ടേഴ്സിനെയും കുറെ സീൻസിനെയൊക്കെ ഡാർക്ക് ഹ്യൂമർ മനഃപൂർവ്വം കുത്തിക്കയറ്റി പ്ലേസ് ചെയ്ത പോലെ ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറിൽ തീർക്കേണ്ട പടം വലിച്ച് 2.25 മണിക്കൂറായ ആക്കിയ ഒരു ഫീലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല ഓവറായിട്ട് തോന്നി, നല്ല രീതിയിൽ ബോറടിക്കുകയും ചെയ്തു. ബിക്കോസ് ഒരു പോയിന്റ് എത്തും, ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു അരമണിക്കൂർ പോയിന്റ് എത്തി നമ്മൾ ചിന്തിക്കുകയും സിനിമ എന്താ തീരാത്തത്, ഇത് എങ്ങോട്ട് സിനിമയുടെ പോക്കുന്ന പോലും മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു പോയിന്റ് ഈ സിനിമ എത്തും. പിന്നെ ഇതിന്റെ പെർഫോമൻസസ്, നസ്ലൻ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു, ഭയങ്കര മെച്യൂർ ആയിട്ട് ക്യാരക്ടറെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെ നസ്ലിന്റെ ഒരു വേറെ ഷെയ്ഡാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ റോഷൻ ഷാനവാസ് ഡീസന്റ് ആയിരുന്നു. സംഗീത് പ്രതാപ് എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടറൈസേഷൻ മോശമായിരുന്നു, അതേപോലെ പെർഫോമൻസും ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. അതേപോലെ വിനീത് ശ്രീനിവാസന്റെ ക്യാമിയോ ആണെങ്കിൽ എനിക്ക് കുറച്ച് ഓവറായിട്ട് പോലെ അത് തോന്നിയായിരുന്നു. അതേപോലെ ഒരു കൂട്ടം ക്യാമിയോസ് ഉണ്ട്. ആ ക്യാമിയോസിന് പോലും സെക്കൻഡ് ഹാഫിനെ സേവ് ചെയ്യാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ മ്യൂസിക്, അതൊക്കെ നന്നായിരുന്നു. ഇതിന്റെ ആർട്ട് വർക്ക് ഒക്കെ നന്നായിരുന്നു. പക്ഷെ അപ്പോഴും മെയിൻ ഇഷ്യൂ സിനിമയുടെ റൈറ്റിംഗ് ആയിരുന്നു. അഭിനവിന്റെ ആ ഒരു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലെ ആ ഒരു ഡാർക്ക് ഹ്യൂമർ റൈറ്റിംഗ് സ്കില്ല് ഇവിടെ അത് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആയിരുന്നു. അത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫിൽ അത് കംപ്ലീറ്റ്ലി അത് ലോസ്റ്റ് ആയി പോയത് ഒരു ഫീലാണ് കിട്ടിയത്. ഓവറോൾ അഭിനവ് സുന്ദർ നായകിന്റെ ഈ സെക്കൻഡ് ഔട്ടിങ് എനിക്കത് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി കാണാൻ പോയ സിനിമയായിരുന്നു. അത്രയും കോൺഫിഡന്റ് ആയിരുന്നു ഈ ഒരു വർക്കിൽ. എന്തോ എനിക്ക് പേഴ്സണലി വർക്കായില്ല.